പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹലോ മലയാളത്തിന്റെ 9 മണി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നു. ഷാഫി പറമ്പിലിനെതിരായ EN സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശത്തിൽ തൽക്കാലം കേസെടുക്കാനാകില്ല എന്നാണ് പാലക്കാട് നോർത്ത് പോലീസ് പറയുന്നത്. ഇതിനുള്ള കാരണം നേരിട്ടുള്ള പരാതി അല്ലാത്തത് കൊണ്ട് തന്നെ അപകീർത്തി കേസ് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. പാലക്കാട് ASPക്ക് നോർത്ത് CI സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ പരാമർശങ്ങളുള്ളത്. അജിത് ബാബുവാണ് വിവരങ്ങളുമായി പാലക്കാട് നിന്നും ചേർന്നത്. അജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ തൽക്കാലം കേസെടുക്കില്ല എന്ന പോലീസ് നിലപാട് വരുന്നു. ഈ EN സുരേഷ് ബാബുവിന്റെ കാര്യത്തിൽ എന്താണ്? സീതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേസെടുക്കാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഈ BNS 356 പ്രകാരം അപകീർത്തി കേസ് നേരിട്ടെടുക്കാൻ നിലവിൽ കഴിയുന്ന സാഹചര്യമില്ലെന്നാണ് പോലീസ് പറയുന്നത്. അത് കോടതിയുടെ അനുമതിയോടുകൂടി വേണം അത്തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നേരിട്ടൊരു കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായി പോലീസ് പറയുന്നത്. രണ്ട്, ഇത് നേരിട്ടുള്ള പരാതിയല്ല. നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള CV സതീഷാണ്. ഷാഫി പറമ്പിൽ നേരിട്ടുള്ള പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും പോലീസ് ഇത്തരത്തിൽ അങ്ങനെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. ഈ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാലക്കാട് ASPക്ക് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് നോർത്ത് CI. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാകുക. ഏതാണെങ്കിലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കേസെടുത്തില്ലെങ്കിൽ പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഉൾപ്പെടെ അറിയിച്ചിരുന്നു. മാത്രമല്ല SP ഓഫീസ് മാർച്ച് ഉൾപ്പെടെ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇതോടുകൂടി ഈ കാര്യം വീണ്ടും സജീവ ചർച്ചയായി ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതാണെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ വിഷയം കോൺഗ്രസ് എങ്ങനെ ഏറ്റെടുക്കും, അതിനോട് CPM എങ്ങനെ പ്രതികരിക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. സേതുലക്ഷ്മി. ഓക്കെ അജിത്ത്, ശരി. പാലക്കാട് നിന്ന് അജിത്താണ് വിവരങ്ങൾ നൽകിയത്.